ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്തായാലും മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല പഴുത്ത വേണമെന്നില്ല. നമ്മൾ ഈ പുളിയുടെയൊക്കെ സ്റ്റേജ് മാറി യെല്ലോ കളറായിട്ട് ഒരു ഇളം മധുരമൊക്കെ ആയിട്ട് വരുന്ന മാങ്ങല്ലേ, അതിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. നല്ല പഴുത്ത കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പഴുക്കാനായി തുടങ്ങുന്ന മാങ്ങ ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പച്ച മാങ്ങ ഉപ്പ് മുളകൊക്കെ ഇട്ട് കഴിക്കാറില്ലേ, അപ്പം അതിനായിട്ടൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടത്. ഇപ്പം ഞാനിതാ അതിൻ്റെ മേലത്തെ ആ കഴമ്പുകൾ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്കത് കളയണ്ട, അതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങയുടെ പീസൊക്കെ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ പീസസും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തൊലി കളയണ്ട, തൊലിയും കൂടി വേണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എടുക്കുക. ഇപ്പം അതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണ്ടിട്ട് എടുക്കാൻ ഒരുപാട് തിന്നാക്കിയിട്ട് കട്ട് ചെയ്യണ്ട. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്പെഷ്യൽ ഒരു മസാലക്കൂട്ടുണ്ട്, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ഡ്രൈ ആയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് മാങ്ങ എത്ര എടുക്കണ അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 1 സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ടിട്ട് കൊടുത്തത്. മുളക് ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഞാനത് കുട്ടികൾക്ക് ആക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അധികം കണ്ട് മുളക് ഇടുന്നില്ല. പിന്നെ അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതൊക്കെ അളവ് കൂട്ടിയെടുക്കാം. നമുക്ക് നല്ല എരിവിലൊക്കെ വേണമെങ്കിൽ ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തത്. മാങ്ങ പിന്നെ ഓൾറെഡി മധുരം ഉണ്ടാവും, അതുകൊണ്ട് പഞ്ചസാര നോക്കിയിട്ട് കൊടുക്കുക, നിങ്ങളെ മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ടോ. അതിന് ശേഷം ഞാനൊന്ന് മിക്സ് ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, കുറച്ച് വെള്ളം മതി, ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ മസാല ഒരുപാട് അവിടെ ലൂസാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉപ്പും അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ മസാല ഉണ്ടാക്കിയ മസാലക്കൂട്ട് ഈ മാങ്ങ നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഈ മുളകിൻ്റെ പൊടിയുടെയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ ഒക്കെ എരിവ് നിങ്ങൾക്ക് നമ്മൾ വലിയ ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് സ്പൈസി ആയി കഴിയുമ്പോഴല്ല ആ മധുരം അതുപോലെ തന്നെ മാങ്ങയുടെ മധുരം അതിൻ്റെ എരിവ് ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് അവർക്ക് ഇതുപോലെ കഴിക്കാൻ നല്ല ഇഷ്ടം, പക്ഷേ എരിവ് കൂടാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലിയും കുരുമുളക് അത്രയൊക്കെ ഇട്ടത്. നമ്മൾ വലിയ ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കൂട്ടിയിട്ട് ഇടാം കേട്ടോ. കൂട്ടി ആ മസാല ഒന്നുകൂടി നമുക്ക് കട്ടി പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് കൂട്ടിയിടുമ്പോൾ മസാല കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ പച്ചമാങ്ങയും ഉപ്പൊക്കെ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് നമുക്കിത് തോന്നും. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു പീസ് എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ കാണുന്ന പോലെ തന്നെ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ മാങ്ങ കിട്ടുമ്പോൾ നല്ല പഴുത്ത മാങ്ങ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. യെല്ലോ കളറായി വന്ന് ഇളം മധുരം തുടങ്ങിയതും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.